ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. ഫോർച്യൂണർ 2010 മോഡൽ വണ്ടിയാണ്. വണ്ടി നമ്മുടെ പാലക്കാടുള്ള വണ്ടി തന്നെയാണ്. വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തുള്ള ഭാഗ്യരാജ് സാർ ഉണ്ടായിരുന്നു, ഒരു സിംഗറാണ്. ആളുടെ കെയർ ഓഫിൽ വന്ന വണ്ടിയാണ്. ആളും ഒരു മ്യൂസീഷ്യനാണ്, പരിപാടികളൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിൽ വർക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇവർ കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനിയിൽ സർവീസ് ചെയ്ത് കമ്പനിയിൽ ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ അവർ നോട്ട് ചെയ്ത് കൊടുത്തത് കമ്പനി സർവീസ് ചെയ്ത കംപ്ലയിൻ്റ് അല്ല, വണ്ടിയിലെ കംപ്ലയിൻറ്റുകൾ ഒരുപാട് നോട്ട് ചെയ്ത കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മളിവിടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ കംപ്ലയിൻറ്റാണ്, പക്ഷേ അത്രത്തോളം ഇല്ല, എങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ മാറ്റി. അതുപോലെ വണ്ടി ഇതിൽ പ്രധാനമായും നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഒരു അടി വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വണ്ടി ഭയങ്കരമായിട്ട് ജെർക്കിയായിരുന്നു. വണ്ടി നമ്മൾ ക്ലച്ചൊക്കെ വിട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുടഞ്ഞിട്ടാണ് വണ്ടി മൂവ് ആകുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് സ്റ്റാർ ജോയിൻറ്റ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. വണ്ടി നിർത്തിയിട്ട് ഓടിക്കുമ്പോഴും ക്രിക്ക് എന്നുള്ളൊരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻജിൻ മൗണ്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർ ജോയിൻറ്റ് ഇവിടത്തെയും സ്റ്റാർ ജോയിൻറ്റ് 2 മാറിയിട്ടുണ്ട്. 2 നല്ല കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ ഓയിൽ ലീക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട്, പക്ഷേ സീല് എനിക്ക് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ വന്നിട്ട് വേണം അതിൻ്റെ സീല് മാറ്റാനായിട്ട്. സീല് വന്നിട്ടില്ല. പിന്നെ മെയിൻ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഈ സൈഡിൽ ഷോക്കും ഫുള്ളായിട്ട് ഓയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ ആം ബോൾ ജോയിൻറ്റ് മാറ്റി, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഷോക്കും റൈറ്റ് സൈഡിലെ ഷോക്കും നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ബൂട്ട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. കമ്പനിയിലൊക്കെ ഷാഫ്റ്റായിട്ടാണ് മാറുക. ഇത് പക്ഷേ എങ്കിൽ നമുക്ക് ബൂട്ടായിട്ട് നമുക്ക് കിട്ടും. ഈ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ബൂട്ട് തനിച്ച് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ബൂട്ടായിട്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഗ്രീസൊക്കെ ചെയ്ത് ബൂട്ട് മാറിയിട്ടുണ്ട്. അത് മതി, വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇതിനകത്ത് വരാനില്ല. നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ വണ്ടിയുടെയും ബൂട്ടായിട്ട് തനിയായിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ ബൂട്ട് മേടിച്ചിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വൈബ്രേഷൻ വന്നുകൊണ്ടിരുന്നത് നമുക്ക് എൻജിൻ ബെഡ് കംപ്ലയിൻ്റ് ആയതാണ്. വേണ്ട, എൻജിൻ ബെഡ് ഇത്രത്തോളം ഫോൾട്ടാണ്. വേണ്ട, പൊട്ടി 2 പീസായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് വണ്ടി ഭയങ്കരമായിട്ട് ചെറുക്കാറുന്നത്. പക്ഷേ ഈ കംപ്ലയിൻ്റ് ഒന്നും കസ്റ്റമർ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ട കമ്പനിയിൽ പറഞ്ഞിട്ടില്ല, നോട്ട് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല, ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളും ഓടിച്ച് നോക്കി, നല്ല വൈബ്രേഷൻ ഉണ്ട്. ക്ലച്ച് അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടൊയോട്ടയുടെ ബ്രാൻഡിലിരുന്ന മൗണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 മൗണ്ട് ഇത്രത്തോളം പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ജെർക്കിങ് വരും. ടോർക്ക് നമ്മൾ കാലെടുക്കുമ്പോൾ എൻജിൻ കിടന്ന് നല്ലോണം വിറയ്ക്കും. ഇപ്പം എന്തായാലും നമുക്ക് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി പക്ക സ്മൂത്തായി. ആ നേരത്തുള്ള വൈബ്രേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു ബോഡി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് എല്ലാം നോർമലായിട്ടുണ്ട്. പൊതുവേ ഫോർച്യൂണർ ഇത്തിരി റഫ്നെസ് ആണ്, സസ്പെൻഷൻ ആയാലും അതുപോലെ തന്നെ ബോഡി വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു റഫ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി നല്ലോണം പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നൊരു സൗണ്ട് വരും ടർബോൻ്റെ. ആ ഒരു ഇത് നോർമലായിട്ട് ഫോർച്യൂണറിനുള്ളതാണ്. പക്ഷേ നേരത്തെ ഇതിനേക്കാളും കൂടുതലും അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ജെർക്കിംഗ് ആയിട്ടാണ് വണ്ടി പോകുന്നത്. ആ എമൗണ്ട് ഞാൻ കാണിച്ചു തന്നില്ല, അത്രയും പൊട്ടി നിൽക്കുമായിരുന്നു. ചുമ്മാ ഒരു എൻജിൻ അതിൻ്റെ പുറത്ത് നിൽക്കുന്നു മാത്രം, വേറെ ഒന്നുമില്ല. പൊട്ടി 2 പീസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഏത് ഫോർച്യൂണർ ആണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷനൊക്കെ മാറ്റി വിടുക എല്ലാത്തിൻ്റെയും. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ റബ്ബർ ബുഷാണ്. ആ ഭാഗങ്ങളൊക്കെ ഹെവി ആയിട്ട് ഹീറ്റാകുന്ന ഭാഗങ്ങളുമാണ്. അപ്പോൾ ഹാർഡാവാനും പൊട്ടാനും ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്, ഈ പറയുന്നതൊക്കെ. ഈ റബ്ബർ ബുഷ്, എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഇതൊക്കെ. അപ്പോൾ അത് നമുക്കൊരു കാലാവധി ഒരു 1.5 ലക്ഷം കിലോമീറ്റർ എന്നൊരു ഇതിൽ നമുക്കത് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വൃത്തിയായിരിക്കും, വണ്ടി യൂസ് ചെയ്യാനും നന്നായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു പുതുമയോടുകൂടി നമുക്ക് വണ്ടി ഓടിക്കാം. നമ്മൾ വണ്ടി ഓടിക്കുന്നത് യാത്ര നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയെന്ന് മാത്രമല്ല, ഒരു ആസ്വാദനത്തോടു കൂടിയും വണ്ടി ഓടിക്കണം. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും, അത് ചെറിയ വണ്ടിയാണെങ്കിലും ശരി, വലിയ വണ്ടിയാണെങ്കിലും ശരി, അത് ആസ്വദിച്ച്
ശ്രദ്ധിച്ച് ഓടിക്കണം. ആ ഒരു ലെവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില സമയങ്ങളിൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്ക നമുക്ക് നോർമൽ പുത്തൻ വണ്ടി പോലെ തന്നെ നിൽക്കും. നമുക്ക് ചെറിയൊരു സൗണ്ട് വന്നാൽ പോലും നമുക്കത് വേഗം തിരിച്ചറിയാനും കഴിയും. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറാമിൻ്റെ ബോൾ ജോയിൻറ്റ് മാറി, അതുപോലെ തന്നെ 2 എൻജിൻ ബെഡ് മാറി, പിന്നെ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ ഷോക്ക് മാറി, ബാക്കിലെ 2 ഷോക്ക് മാറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വണ്ടി പക്ക ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല, സൗണ്ടുകളോ ഇല്ല. നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റുന്നത്. വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക നീറ്റായിട്ടാണ് ഓടിക്കാൻ പറ്റുന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ സാറ് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഒന്ന് പെയിൻറ്റ് ടച്ചപ്പ് ഉണ്ടായിരുന്നു ഫ്രണ്ട് ബമ്പർ കോർണറിൽ. ടൈം ഇല്ലാത്തതുകൊണ്ട് സാർ ഇത്തിരി അർജൻറ്റാണ് വണ്ടി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടൈം എപ്പോഴും പറയില്ല, എല്ലാ വണ്ടിക്കും നമുക്ക് സമയം വേണം. ഓരോ വണ്ടി നമ്മൾ എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കെയർ ചെയ്ത് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് മെയിനായിട്ട് സസ്പെൻഷൻ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൻ്റെ ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട്. പിന്നെ ആക്സിലിൻ്റെ ബൂട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വണ്ടി ഓക്കെയാണ് ഇപ്പോൾ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.